ഇതൊരു LGയുടെ ബോർഡാണ്. അപ്പം ഞാൻ ചെന്ന് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ബോർഡ് അഴിച്ചുകൊണ്ട് റിപ്പയർ ചെയ്യുന്ന സ്ഥലത്ത് വന്നതാണ്. അപ്പം അവിടെ ഒരു ടിക് ടിക് എന്നുള്ള സൗണ്ട് മാത്രമേ ഉള്ളെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പം നമുക്കറിയാം ആ സൗണ്ട് വരുമ്പം എച്ച് ഔട്ട് തന്നെ പോയതായിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ എച്ച് ഔട്ട് അഴിച്ച് ഇത് നോക്കിയപ്പോൾ ഷോർട്ടിംഗ് ആണ്, ഇത് എച്ച് ഔട്ട് പോയതാണ്. പക്ഷേ എച്ച് ഔട്ട് പോയിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കമ്പോണൻറ്റ് ഒരു പക്ഷേ കംപ്ലൈൻ്റ് ആകാം എന്നുള്ളൊരു സാധ്യതയുണ്ട്. ഞാൻ മൊത്തത്തിൽ ഒന്ന് നോക്കി, അപ്പോഴത്തേക്ക് നോക്കിയപ്പോഴാണ് നമ്മുടെ വെർട്ടിക്കൽ IC സംഭവം ഡാമേജാണ്, കത്തിയിരിക്കുകയാണ്. അപ്പം വെർട്ടിക്കൽ IC കത്തണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ESDക്കും എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാണും. അങ്ങനെ ഞാൻ ESD ഒന്ന് നോക്കിയപ്പോൾ ഇവിടെ ESD പൊട്ടിയിരിക്കുകയാണ്. അങ്ങനെ ESD നോക്കി, നമ്പർ 6002K ആണ് ESD നമ്പർ. അപ്പം ഞാൻ ESD ആദ്യം അച്ചാട്ട് റിമൂവ് ചെയ്ത്, അത് കഴിഞ്ഞ് ESD റിമൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം. അതിപ്പം ESD ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം അകത്തുനിന്ന് നോക്കുമ്പോൾ വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെങ്കിലും പുറം മുഴുവൻ ഡാമേജ് ആയിട്ട് പോയിരിക്കുകയാണ്. അത് ഇവിടെ എല്ലാം കത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ESD മാറി വിടണം, ഇല്ലെങ്കിൽ ഓവർ സ്പാർക്കിങ് ഉണ്ടാവും. അതുകൊണ്ട് ഇതൊരു മൂലയിലോട്ട് വെക്കാം. ബാക്കി നമ്മൾ ഇതാണ് എച്ച് ഔട്ടിൻ്റെ ഡയോഡ്. അവിടുന്ന് 110 വോൾട്ടേജ് ഇവിടെ വന്ന്, ഇവിടെ ഒരു കോയിലുണ്ട്, ആ കോയിൽ വഴി ഇതിലേ വന്ന് ഇവിടെ ഒരു ജമ്പറുണ്ട്. ആ ജമ്പർ വഴി നമ്മുടെ ESDയിലോട്ട് V+ വോൾട്ടേജ് കയറുകയാണ്. ഞാൻ ഇത് റിമൂവ് ചെയ്ത് എന്നിട്ട് ഡയോഡ് ചെക്ക് ചെയ്ത് നോക്കി, കുഴപ്പമൊന്നും കാണുന്നില്ല. ഇനിയിപ്പം നമുക്ക് LOT ഇട്ട് നോക്കിയിട്ട്, അത് ഇപ്പോൾ എച്ച് ഔട്ട് ഇടത്തില്ല, എച്ച് ഔട്ട് ഇവിടെ നിന്ന് റിമൂവ് ചെയ്തേക്കുന്നത്. അപ്പോൾ എച്ച് ഔട്ട് ഇടാതെ LOT ഇട്ട് നോക്കി, ബാക്കി ഒന്ന് ഓൺ ചെയ്ത് നോക്കി വോൾട്ടേജ് കറക്റ്റാണോ വരുന്നതെന്ന് നോക്കിയിട്ട് ബാക്കി എല്ലാ വോൾട്ടേജും ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് നമുക്ക് LOT കൊടുത്ത് കണക്ഷൻ കൊടുത്ത് നോക്കാം. അപ്പോൾ ഇതിന് LOT പോയായിരുന്നു, പിന്നെ എച്ച് ഔട്ട് പോയായിരുന്നു, പിന്നെ വെർട്ടിക്കൽ IC പോയായിരുന്നു. അപ്പം ഇതെല്ലാം ഞാൻ മാറ്റിയിട്ടിട്ട് ഓണാക്കി നോക്കിയപ്പോൾ സ്റ്റാൻഡ് ബൈയിൽ കിടക്കുകയാണ്. കാണിച്ചു തരാം. ഇപ്പം ഞാൻ പവർ കൊടുത്തിട്ടുണ്ട്, ഓണാക്കി. സംഭവം TV ഓണായിട്ടുണ്ട്, LED കത്തി നിൽക്കുകയാണ്. അപ്പം വോൾട്ടേജ് ചെക്ക് ചെയ്ത് കാണിക്കാം. ഇത് നമ്മുടെ 110 വോൾട്ടേജാണ്. 110 വോൾട്ടേജ് ഉണ്ട്. വോൾട്ടേജ് ഓക്കെയാണ്. പിന്നെ നമ്മുടെ റെഗുലേറ്റർ IC, റെഗുലേറ്റർ നോക്കുമ്പോൾ റെഗുലേറ്റർ ഇൻപുട്ട് വോൾട്ടേജ് 9 വോൾട്ടേജ് ഓക്കെയാണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് അത് ഓക്കെയാണ്. സ്വിച്ചിങ് വോൾട്ടേജ് അത് ഓക്കെയാണ്. പിന്നെ വന്നിട്ട് നമുക്കിത് ഇവിടെ ഒരു 5 വോൾട്ട് റെഗുലേറ്റർ ഉണ്ട്. അതിൻ്റെ 5 വോൾട്ട് അത് ഓക്കെയാണ്. അവിടുന്ന് ഇവിടെ ഒരു 3 വോൾട്ട് റെഗുലേറ്റർ ഉണ്ട്. 3 വോൾട്ട് റെഗുലേറ്റർ അതും ഓക്കെയാണ്. നമ്മുടെ മെയിൻ ICയുടെ പവർ ഇതിൽ 3.28 വോൾട്ടാണ് ഉള്ളത്. ട്യൂണറിൻ്റെ 5 വോൾട്ട് അത് ഓക്കെയാണ്. ട്യൂണറിൻ്റെ 5 വോൾട്ട് എന്നിട്ട് സ്റ്റാൻഡ് ബൈയിലാണ്. പിന്നെ നമുക്കുള്ളത്
ഇവിടുത്തെ നമ്മൾ ഡ്രൈവർ ട്രാൻസ്ഫോർമറിൻ്റെ ഔട്ടിൻ്റെ ഡ്രൈവർ ട്രാൻസ്ഫോർമറിൻ്റെ വോൾട്ടേജാണ്. അത് നോക്കുമ്പോഴത്തേക്കും 1.2 വോൾട്ടാണ് കേട്ടോ. 1.2 വോൾട്ടാണ് അതിൻ്റെ കാണിക്കുന്നത്. ഈ നമ്മൾ റൂട്ട് ട്രേസ് ചെയ്ത് ഇവിടം വരെ നോക്കുമ്പോൾ 1.2, ഈ റെസിസ്റ്റൻസിൻ്റെ ഇപ്പുറം നോക്കുമ്പോൾ 10 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡ്രൈവർ ട്രാൻസ്ഫോർമറിൻ്റെ ഈ ട്രാൻസിസ്റ്റർ, സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ഒന്ന് ഊരി മാറ്റിയിട്ട് നോക്കാം ഇവിടെ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് ഡ്രൈവറിനകത്ത്. അപ്പം ഒരുപക്ഷെ ഇത് ഷോർട്ടായിട്ടായിരിക്കും ഇങ്ങോട്ട് വോൾട്ടേജ് വരാത്തത്. അപ്പോൾ അത് ഡീസോൾഡർ ചെയ്ത് നോക്കാം. അപ്പം ഞാനത് ട്രാൻസിസ്റ്റർ ഊരി മാറ്റിയിട്ടുണ്ട്. ഇത് ഇവിടെ നിന്നാണ് ട്രാൻസിസ്റ്റർ ഊരി മാറ്റിയേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കണക്ഷൻ കൊടുത്തു നോക്കാം. ഇപ്പോൾ കറണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ട്രാൻസിസ്റ്റർ കറക്റ്റ് 13 വോൾട്ട് വരുന്നുണ്ട്. കണ്ടോ, 13 വോൾട്ട് വരുന്നുണ്ട്. അപ്പം ആ ട്രാൻസിസ്റ്റർ ഡാമേജ് ആയിട്ടാണ് വോൾട്ടേജ് വരാഞ്ഞത്. അപ്പം നേരെ നമുക്ക് പുതിയൊരു ട്രാൻസിസ്റ്റർ ഇട്ടിട്ട് ഓണാക്കി നോക്കാം. 2 3 3 1. നമ്മളിപ്പോൾ ഇത് കാണിച്ചു തരാം. അപ്പോൾ ഈ വെർട്ടിക്കൽ IC കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ വെർട്ടിക്കൽ IC മാറിയിട്ടുണ്ട്. ഇത് ഇവിടെയാണ് വെർട്ടിക്കൽ IC. ഇത് വെർട്ടിക്കൽ IC മാറിയിട്ടുണ്ട്. വെർട്ടിക്കൽ IC മാറി, EST മാറിയിട്ടു, പിന്നെ H-out മാറിയിട്ടു. H-out ഇവിടെ ഈ H-out മാറിയിട്ടു. പിന്നെ ഇത് ഈ നമ്മുടെ H-outൻ്റെ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ മാറിയിട്ട്, ചെറിയ ട്രാൻസിസ്റ്റർ അത് മാറിയിട്ടു. ഇതെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ TV ഓൺ ആയിട്ടുണ്ട്. പക്ഷേ വെർട്ടിക്കൽ ലൈൻ, ഹൊറിസോണ്ടൽ ലൈൻ കിടക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ IC വർക്ക് ചെയ്യാതെ വരുമ്പോൾ ഉള്ള കംപ്ലൈൻറ്റ് കാണിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയ IC ഇട്ടതാണ്. അപ്പോൾ ഞാൻ വോൾട്ടേജ് ചെക്ക് ചെയ്തു. അപ്പോൾ ഈ പ്ലസ് 14, ഈ രണ്ടാമത്തെ ലെഗിൽ വരേണ്ട, ഈ പ്ലസ് 14 വരേണ്ട ഈ ലൈനിൽ വോൾട്ടേജ് വരുന്നില്ല. -14 വരുന്നുണ്ടായിരുന്നു. അപ്പം പ്ലസ് 14 ഞാനിങ്ങനെ ട്രേസ് ചെയ്തു. LOT എന്നാണ് +14 വരുന്നത്. ഇത് ഇവിടുന്ന് അത് ഇവിടെ വന്ന് ഈ പോയിന്റ് വന്ന് ഒരു റെസിസ്റ്റൻസ് വഴി ഇപ്പറേ വന്ന് ഇവിടുന്ന് ഡയോഡ് ഇട്ട് ഇവിടെയാണ് DC വോൾട്ടേജ് വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ വോൾട്ടേജ് കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഡയോഡ് ചെക്ക് ചെയ്തപ്പോൾ ഡയോഡിന് കുഴപ്പമില്ല. പിന്നെ ഞാൻ ഈ റെസിസ്റ്റർ ചെക്ക് ചെയ്തു. അപ്പോൾ ആ റെസിസ്റ്റർ പോയതാണ്. അപ്പം ഞാൻ ഈ റെസിസ്റ്റർ ഇപ്പം മാറിയിട്ട് കഴിഞ്ഞപ്പോൾ TV ഓണാക്കി നോക്കി. ഇപ്പോൾ കാണിച്ചു തരാം. TV ഓണാക്കി കാണിക്കാം. ഇപ്പോൾ TV ഓണായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ +14 വോൾട്ടേജ് അവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ TV ഇവിടെ ഓണായിട്ടുണ്ട്. ഇപ്പോൾ കാണാം, TV ഓണായിട്ടുണ്ട്. സെറ്റ് ഓക്കെ ആയിട്ടുണ്ട്.